Hi, hello all, welcome to my YouTube channel. Next work, Alice Munro, Boys and Girls. That's a short story. So, first of all, about the writer. Alice Ann Munro, a Canadian novelist, short story writer. And one of the world's premier fiction writers. അപ്പോൾ ഇവരുടെ ഫിക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറീസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒരു റൂറൽ പ്ലേസ് ആയിട്ടുള്ള ഒന്റേറിയോ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് മിക്കവാറും ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സ്കോച്ച് ഐറിഷ് ഒറിജിൻ ആയിരിക്കും, അതായത് സ്കോട്ടിഷ് ഐറിഷ് ഒറിജിൻ ആയിരിക്കും ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇമേജറി നറേറ്റീവ് സ്റ്റൈലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ലൈഫ്സ് ഓഫ് കോമൺ പീപ്പിൾ ആണ് കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഹ്യൂമൻ കോണ്ടാക്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ പെയിൻ, അതാണ് ഇതിനകത്തെല്ലാം സെന്റർ ആയിട്ട് വരുന്നത് ഈ ഷോർട്ട് സ്റ്റോറീസിലെല്ലാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ലൈഫ്. നൊബേൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് 2013. ആൻഡ് അതുപോലെ തന്നെ കാനഡാസ് ഗവർണർ ജനറൽ അവാർഡ് 3 പ്രാവശ്യം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഐ ഹാവ് ബീൻ മീനിങ് ടു ടെൽ യു, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഓഫ് ദി ഹാപ്പി ഷെയ്ഡ്സ്, പിന്നെ ഇതൊക്കെയാണ് ഫസ്റ്റ് ബുക്ക് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്നത്, പ്രോഗ്രസ് ഓഫ് ലവ്, ഇതൊക്കെയാണ് എക്സെട്ര, ദ മൂൺസ് ഓഫ് ജൂപ്പിറ്റർ എക്സെട്ര, ഇതൊക്കെയാണ് അവരുടെ ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. പിന്നെ ആലിസ് മൺറോ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ളത് ഇവരുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജെൻഡർ റോൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഇക്വാളിറ്റിയും ജെൻഡറുകൾ, രണ്ട് ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിൽ എന്താ പറയുക ഒരു ഇക്വാളിറ്റിയും ഇല്ലാതിരുന്ന സമയത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് മെയിലും ഫീമെയിലും, അതായത് മെയിലിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, സ്ത്രീകൾക്കായിരിക്കത്തില്ല. അപ്പോൾ ആ ജെൻഡർ റോൾസ് തമ്മിലുള്ള ഒരു ഇനിക്വാളിറ്റിയെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ വിമൻ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ട് വ്യൂ ചെയ്യുവാണ് മെന്നിനെ വെച്ചിട്ട്. ആൻഡ് അതുപോലെ തന്നെ മെനി ഓഫ് ദി പ്രോബ്ലംസ് വിമൻ ഫേസ് ടുഡേ, അത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിൽ നിന്നാണ് വരുന്നതെന്നുള്ളതും ആ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയിലുള്ള ഗേളിന് 11 years ഓൾഡ് ആണ്. ആൻഡ് ഷീ ഈസ് അൺഅവെയർ ഓഫ് ദി ജെൻഡർ ഇനിക്വാളിറ്റി ഇൻ ദി സൊസൈറ്റി. അപ്പോൾ അവളുടെ ആ ഒരു ട്രാൻസിഷൻ ഇൻറ്റു വുമൺഹുഡ് ആണ് സംസാരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയായി മാറുമ്പോൾ സൊസൈറ്റിയിൽ ഒരു പിന്നെ ആ വുമൺഹുഡിലോട്ട് ഇവർ കടക്കുമ്പോൾ ഇവള് ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ 1964 ഇത് പബ്ലിഷ് ചെയ്തത്. ഇവരുടെ തന്നെ കളക്ഷൻ ആയിട്ടുള്ള ഡാൻസ് ഓഫ് ദി ഹാപ്പി ഷെയ്ഡ്സിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ്. കമ്മിങ് ഓഫ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് പേഴ്സന്റെ ട്രാൻസിഷൻ ഫ്രം ചൈൽഡ് ടു ആൻ അഡൾട്ട്, അതാണ് കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നറേറ്റർ, ഈ ബോയ്സ് ആൻഡ് ഗേൾസ് നറേറ്റർ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഗേൾ ചൈൽഡ് തന്നെയാണ് സംസാരിക്കുന്നത്. അവളുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഫാമില്. ആൻഡ് ഹൗ ഷീ ഡിസ്കസ് ദാറ്റ് ഇവരുടെ ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് എങ്ങനെ വുമൺഹുഡിലോട്ട് മാറുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതും ജെൻഡർ ഇനിക്വാളിറ്റി ഇവള് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ നറേറ്ററിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഫോക്സ് ഫാർമറാണ്. അതായത് ഈ ഫോക്സിനെ കൊന്നിട്ട് അതിന്റെ സ്കിൻ എടുത്തിട്ട് ഒരു കമ്പനിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഫർ ട്രേഡേഴ്സിന്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കും, ഓക്കെ, വിൽക്കും. ആൻഡ് നറേറ്ററിന്റെ അമ്മയ്ക്ക് ഈ ഒരു കില്ലിംഗ്, സ്കിന്നിങ്, ഈ പ്രിപ്പറേഷൻ ഓഫ് ഫർ അതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇഷ്ടമല്ല അവർക്ക്. അത് മാത്രമല്ല അതിന്റെ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമല്ല, ഓക്കെ. ആൻഡ് ഫോക്സസ് തിന്നിരുന്നത് ഹോഴ്സിന്റെ മീറ്റാണ്, കുതിര മീറ്റാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഒരു ഇപ്പൊ ഈ വയ്യാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പോൾ പിന്നെ വളരെ വയസ്സായ കുതിരകളുണ്ടെങ്കിൽ നറേറ്ററിന്റെ അച്ഛൻ അത് പോയി വാങ്ങിച്ചിട്ട് $5-12 വാങ്ങിച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടാണ് ഫോക്സസിന് കഴിക്കാൻ കൊടുക്കുന്നത്, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്കിതിന്റെ ഒരു ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ചെറിയൊരു സമറി പോലെ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഇതിനകത്തു നിന്നുള്ള എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ജെൻഡർ റോളിനെ കുറിച്ചാണ് ഈ ഒരു ഇത് സംസാരിക്കുന്നത്. ജെൻഡർ റോൾ ഇതൊരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആൻഡ് ഇപ്പം നറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്ന അവളുടെ അച്ഛന്റെ ഫാമിനെ കുറിച്ചും എങ്ങനെയാണ് ഫോക്സസിനെ കൊല്ലുന്നതെന്നും ഒക്കെയാണ്. അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ഇഷ്ടമല്ലാത്തതെന്നും ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഒരു ഫോക്സ് ഫാം ആണ് ഇവർ നടത്തുന്നത് ഇവളുടെ അച്ഛൻ. കുട്ടികളെ കൊണ്ടും ഒരു ഹെൻറി എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട്. അയാളും കുട്ടികളും കൂടിയൊക്കെയാണ് ഇതിനെ നോക്കുന്നത്, ഫോക്സസിനെ അല്ലെങ്കിൽ ഈ ഫോക്സ് ഫാം നടത്തുന്നത്. ഈ ഹെൻറി ബെയ്ലി എന്നുള്ളത് ഈ ഫോക്സ് ഫാം നടത്താൻ വേണ്ടി അയാൾ ഉപയോഗിച്ച ഒരു വർക്കറാണ് ഹെൻറി ബെയ്ലി. അയാളെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ആൻഡ് അയാൾ എന്തൊക്കെയോ പെർഫോമൻസസ് ഒക്കെ കാണിക്കും. അപ്പോൾ അയാൾ വിസിൽ ചെയ്യും, അയാൾ ഗർഗിൾ ചെയ്യും. ആൻഡ് അതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. നറേറ്ററിന്റെ അമ്മ എന്താണ് ഈ ഒരു ലിവിങ് കണ്ടീഷനിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആൻഡ് അവർക്ക് ഈ ഒരു വീട്ടിൽ വെച്ച് ഇതിന്റെ സ്മെൽ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ഈ ആനിമൽ ഫാറ്റിന്റെ സ്മെല്ലൊന്നും ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ ഒരു പ്രോസസ്സേ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു.
പിന്നീട് ഗേൾ പറയുന്ന അവളുടെ ഇൻസെക്യൂർ റൂമിനെ കുറിച്ചാണ്. അത് കാരണം അവളുടെ റൂം ഷെയർ ചെയ്തിരുന്നത് അവളുടെ ബ്രദറുമായിട്ടാണ്. ലയോഡ് എന്നാണ് ബ്രദറിന്റെ പേര്. ആൻഡ് പിന്നെന്താ പറയുന്നത്, ഈ അതായത് റൂമിലൊക്കെ ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നത്, ഇവരുടെ റൂം അപ്സ്റ്റേഴ്സിലാണ്. അപ്പം വളരെ പേടിയായിരുന്നു ഇവൾക്ക് നൈറ്റിൽ അപ്സ്റ്റേഴ്സിൽ റൂമിൽ സ്പെൻഡ് ചെയ്യാനും ഒക്കെ. ആൻഡ് പിന്നെ ആ റൂം എന്ന് പറയുന്നതിനകത്ത് ഫുൾ പർപ്പസ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഇവരുടെ റൂമിൽ ഫുൾ കുറെ സ്റ്റോക്ക് ചെയ്തേക്കുന്ന കുറെ ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ റൂമിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് ഇവർ എങ്ങനെ പേടിച്ചിട്ട് ഉറങ്ങാതെ കിടക്കും. സോ ഇവർ പാട്ട് പാടിയാണ് ഡാർക്ക്നെസ്സിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ആൻഡ് ദ ഗേൾ യൂസ് ടു ടെൽ സ്റ്റോറീസ് അബൌട്ട് ഹെർസെൽഫ്. അതുപോലെ വളരെ കറേജസ് ആയിട്ടുള്ളൊരു ഗേളാണ് ഞാൻ, വളരെ ബോൾഡാണ്, ഞാനൊരു ഫൈറ്ററാണ്, ആളുകളെ രക്ഷിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള കുറേ സ്റ്റോറീസ് ഒക്കെ കൊച്ചു തന്നെ ക്രിയേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഫോക്സസിനൊക്കെ ഓരോ പേരുണ്ടായിരുന്നു. ആൻഡ് ഫോക്സസ് ആണ് അച്ഛന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ഹോഴ്സ് മീറ്റ് ആണ് കൊടുത്തിരുന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് ഈ ഫാം വളരെ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ആൻഡ് എല്ലാ നെസസറി ആയിട്ടുള്ള അമ്യൂണിറ്റീസും ഉണ്ട്. അപ്പം നറേറ്ററിനും ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു ഇതിനെ നോക്കാൻ. ആൻഡ് ആ ഡ്യൂട്ടീസ് ഒക്കെ ഇവിടെ എൻജോയ് ചെയ്തിരുന്നു, അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഈ ഒരു ഗേളിന് ഫോക്സസിന്റെ ടെയില്, ബ്യൂട്ടിഫുൾ ബോഡീസ്, ഗോൾഡൻ ഐസ് ഇതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പം നറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവളുടെ ഫാദറിന്റെ എഫോർട്ട്. അതായത് ഈ ഒരു വൈൽഡ് ഫാമാണിത് അല്ലേ. അപ്പം അച്ഛനെ സഹായിക്കാൻ അവൾ എപ്പോഴും തയ്യാറാണ്. അപ്പം അച്ഛന് അത്രയും ബേർഡൻ കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ അമ്മയോടുള്ള റിയാക്ഷൻ പറയുന്നുണ്ട്. അമ്മ ഒരു ഫ്രണ്ടുമാണ്, എനിമിയുമാണ്. സംടൈംസ് അവള് മൈന്യൂട്ട് ഡീറ്റെയിൽസ് അമ്മ ഇവളുമായിട്ടൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ ചില സമയത്ത് അമ്മ ഓർഡറുകൾ മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. അതായത് ജോലി ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ. അമ്മ ഒരു ബിസി ഹോം മേക്കർ ആയിരുന്നു. ആൻഡ് വളരെ ബേർഡൻഫുൾ ആയിട്ടുള്ള ലൈഫായിരുന്നു അമ്മയുടേത്. അതായത് വിത്തൗട്ട് എനി അപ്രീസിയേഷനോ റെക്കഗ്നീഷനോ അമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല എത്ര ജോലി ചെയ്തിട്ടും. ആൻഡ് അമ്മയ്ക്ക് സംസാരിക്കാനും ടൈമില്ലായിരുന്നു. ഒരു ഡ്യൂട്ടി, അമ്മയുടെ ജോലികൾ എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആയിരുന്നു. നറേറ്റർ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ വിഷമിച്ച് പറയുന്നുണ്ട്, അമ്മ ആ ഹോട്ട് ഡാർക്ക് കിച്ചണിൽ എങ്ങനെയെങ്കിലും ആണ് ജോലി ചെയ്യുന്നത്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ പക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലയേർഡിനെ ആയിരുന്നു. ഒരു കൈൻഡ് ഓഫ് റിലീഫ് പോലെയാണ് അമ്മ ലയേർഡിനെ നോക്കിയിരുന്നത്. അപ്പോൾ അത് ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പക്ഷെ കാരണം ലയേർഡ് ആരെയും ഹെൽപ്പ് ചെയ്യാനൊന്നും പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ അമ്മയെ ഇവൾക്ക് ദേഷ്യമായിരുന്നു. കാരണം അമ്മ ഇവളെ ഫോഴ്സ് ചെയ്യുമായിരുന്നു ഒരുപാട് കിച്ചൺ വർക്ക് ചെയ്യാനൊക്കെ. ഫാം വർക്ക് ചെയ്യാൻ ഇവളെ ഫോഴ്സ് ചെയ്യത്തില്ല, പക്ഷെ കിച്ചൺ വർക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് ഫോഴ്സ് ചെയ്യായിരുന്നു. സോ ഇവക്ക് കിച്ചൺ വർക്ക് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. സോ ഷീ ഡിസ്ലൈക്ഡ് ഹർ മദർ. ദെൻ പിന്നെ 2 ഹോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്ലോറയും മാക്കും. അവരുമായിട്ട് ഈ കുട്ടിക്ക് വളരെ ബോണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് പക്ഷെ ആ 2 ഹോഴ്സസിനെ കൊണ്ടുവന്നേക്കുന്നത് സ്ലോട്ടർ ചെയ്യാനാണ്, അത് കറിയാക്കി കൊടുക്കാനാണ്. അങ്ങനെ ഒരു ദിവസം ഇവളുടെ അച്ഛൻ മാക്കിനെ വെടിവെച്ചു. ആൻഡ് അത് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് വളരെയധികം ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു. കാരണം ഇവളുടെ കമ്പാനിയൻസ് ഒരു ഭയങ്കര ബോണ്ട് ഉണ്ടായിരുന്നു 2 ഹോഴ്സസുമായിട്ട്. സോ ഈ ഒരു എൻകൗണ്ടർ അവളെ വളരെയധികം വേദനിപ്പിച്ചു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്തു, ഫ്ലോറ എന്നുള്ള ഹോഴ്സിനെ അവളെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു. ഫ്ലോറ മെഡോയിൽ നിന്ന് ബ്രേക്ക് അവേ ചെയ്ത് ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടിരുന്നതാണ് ഈ കുട്ടി. ഗേളിന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഗേറ്റ് അടച്ചിടാൻ. പക്ഷെ ഈ ഒരു പോയിന്റിൽ ഈ കുട്ടി എന്ത് ചെയ്യാണ് മാറുന്നത്, ഈ കുട്ടി വളരെ ബോൾഡായിട്ട് ഡോർ അങ്ങ് തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗേറ്റ് തുറന്നിട്ട് കൊടുത്തു. കുതിര എന്ത് ചെയ്യാണ്, രക്ഷപ്പെടാൻ പോവാണ്. അപ്പോൾ ആ ഫീമെയിൽ ഹോഴ്സിനെ ഫ്രീ ആക്കാൻ വേണ്ടി ഉള്ള അവരുടെ ആ ഒരു ഡിസയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസയറിനെക്കാട്ടിലും വളരെ കൂടുതലായിരുന്നു. അച്ഛനെ എങ്ങനെയെങ്കിലും പ്ലീസ് ചെയ്യണം, അച്ഛനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇവൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു ഫീമെയിൽ ഹോഴ്സിന്റെ കാര്യം വന്നപ്പോൾ ഈ ഒരു കുട്ടി എന്ത് ചെയ്തു, ആ ബോൾഡായിട്ട് മാറി അതിനെ തുറന്നു വിടുകയാണ് ചെയ്തത്. അപ്പം ഹോഴ്സിനെ എന്തായാലും റീക്യാപ്ചർ ചെയ്യുമെന്ന് അറിയാം. ഫ്രീഡം എന്ന് പറയുന്നത് ഹോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇല്യൂഷനാണ്. പക്ഷെ അവള് ഫസ്റ്റ് ടൈമിൽ അവളുടെ അച്ഛനെ ഡിസൊബേ ചെയ്തു. അത് അവൾക്ക് നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു ആ ഒരു മൊമെന്റ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഷട്ടിങ് ദ ഗേറ്റ് അവൾ എന്ത് ചെയ്തു, വളരെ വൈഡായിട്ട് ഓപ്പൺ ചെയ്ത്. ആൻഡ് ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ വീട്ടിൽ കുട്ടി തിരിച്ചു വന്നപ്പോൾ യങ്ങർ ബ്രദർ വെൻ ദ ഗേൾ റിട്ടേൺസ് ടു ദ ഹൗസ് ഇൻസൈഡ് ഹർ യങ്ങർ ബ്രദർ ബിക്കംസ് എ മാൻ ആൻഡ് ഹി റിമെയിൻസ് ഔട്ട്സൈഡ്. അതായത് വീട്ടിൽ ഈ കുട്ടി, അതായത് ഇവളുടെ ബ്രദർ എന്ന് പറയുന്നത് യങ്ങറാണ്. പക്ഷെ വെളിയിൽ ഈ ഫാമിന്റെ കാര്യം വന്നപ്പോൾ ഇവൻ ഒരു മാൻ ആയിട്ട് മാറിയിട്ട് ഔട്ട്സൈഡ് എല്ലാം പോയി. ഫ്ലോറെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി വേറെ ആണുങ്ങളുടെ കൂടെ ഈ ബ്രദറും പോയി. അപ്പൊ ഈ ഒരു പോയിന്റിൽ നറേറ്റർ അഡ്മിറ്റ് ചെയ്യുകയാണ്, അതായത് ഈ ഒരു ചേഞ്ച് അഡ്മിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഷി ഓപ്പൺസ് അപ്പ് എ ഹാർട്ട്, അതായത് സത്യം പറയുവാണ്. സിംപ്ലി ദ ഫാദർ സിംപ്ലി ടൈറ്റിൽസ് ഹെർ ഓൺലി ആസ് എ ഗേൾ.
അതായത് പെൺകുട്ടി, അതായത് പെൺകൊച്ച് അല്ലെങ്കിൽ കുട്ടി ഗേൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ ഫോക്സിലെ കാര്യം, അതായത് ഫാമിലെ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ബ്രദറിന് ഹോഴ്സിനെ വെളിയിൽ പോയി അന്വേഷിക്കാനും വേറെ ആണുങ്ങളുടെ കൂടെ പോയി തിരയാനും ഉള്ളൊരു ചാൻസ് അച്ഛൻ കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി ആയിട്ട് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എങ്ങനെ മാറുന്നു. കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി എന്ന് വെച്ചാൽ ഇവിടെ ഫ്രം ഒരു ഗേളിന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് അഡൽട്ട്ഹുഡ് വരെയുള്ള പീരീഡിനെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഒരു 11-year-old ഗേളിന്റെ നെറേറ്റീവാണ്. നമ്മുടെ നെറേറ്റീവ് 11-year-old ഗേളാണ്. ഒരു ഫാമിലിയുടെ ഫോക്സ് ഫാമിലാണ് ഇവള് ജീവിക്കുന്നത്. ആൻഡ് അച്ഛനെ ഇതുപോലെ ഫോക്സിന്റെ കാര്യത്തിലൊക്കെ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് ആ ഒരു വിന്ററിലാണ് അവൾ മനസ്സിലാക്കുന്നത് എന്താണ്, അവളുടെ അമ്മ അവളുടെ അടുത്ത് കിച്ചൺ വർക്ക് ചെയ്യാൻ പറയും. അതായത് നീ ഒരു പെൺകുട്ടിയാണ്, നീ കിച്ചൺ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഒക്കെ ദേഷ്യം വരുന്നു. സോ അപ്പോഴാണ് ഇവൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുന്നത്. നറേറ്ററിന് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇഷ്ടപ്പെട്ടില്ല. ഫ്രം എ ഗേൾ, അതായത് ഒരു ചൈൽഡിൽ നിന്നൊരു ഗേളായി മാറിയല്ലോ എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ തന്നെ ഈ ഒരു പിന്നെ കുട്ടി മറ്റേ ഹോഴ്സിനെ പറഞ്ഞു വിടുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പക്ഷേ അച്ഛൻ ഇവള് തുറന്നു വിട്ടെന്ന് പറഞ്ഞ ആംഗ്രി ഒന്നും അല്ല കേട്ടോ. അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ ഷീസ് ഒൺലി എ ഗേൾ എന്നാണ് പറയുന്നത്. വെച്ചാൽ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗേൾസ് അപ്പോഴും ചെയ്യുന്നത്. ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് നോഷനിലാണ് അച്ഛൻ ഇരിക്കുന്നത്. സോ ഇവിടെ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു റിയാക്ഷൻ കേട്ടപ്പോൾ ഇവർക്ക് വളരെയധികം ദേഷ്യം വന്നു. അതായത് മേ ബി ഇറ്റ് വാസ് ട്രൂ എന്ന് വെച്ചാൽ ഞാൻ വെറും ഒരു പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ ഇവളുടെ മൈൻഡിൽ ഒരു ഇത് വന്നു, വിഷമം വന്നു. അപ്പോൾ അവളുടെ ആ ഒരു വുമൺഹുഡ്, അതായത് ഇനി വരാൻ പോകുന്ന വുമൺഹുഡ് ഇവളങ്ങ് ഇപ്പോഴേ അക്സെപ്റ്റ് ചെയ്തു. ഒക്കെ മനസ്സിലായി എന്തൊക്കെ ചെയ്താലും വെറും ഒരു ഗേൾ ആണെന്നേ ആര് പറയത്തുള്ളൂ, അച്ഛൻ പറയത്തുള്ളൂ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ബ്രദറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്പെൻഡ് ചെയ്യണം. ആ ഒരു റൂം എന്ന് പറയുന്ന ബ്രദറുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ബ്രദറിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അമ്മ കൊടുക്കുന്നത്. അമ്മ കൂടുതൽ ഇവിടെ നോക്കുമ്പോഴെല്ലാം വീട്ടിലെ കാര്യങ്ങളാണ് അമ്മ കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അമ്മയ്ക്ക് അപ്രീസിയേഷനോ റെക്കഗ്നേഷനോ കിട്ടുന്നില്ല. പിന്നെന്താണ്, അമ്മയുടെ ടെറിട്ടറി എന്ന് പറയുന്ന വീടിനകമാണ്. അവൾക്ക് പക്ഷെ ആ ഒരു ടെറിട്ടറി ഇഷ്ടമല്ല. ഔട്ട്സൈഡ് ദ ഹൗസ് ആണ് അവളുടെ റിയൽ വേൾഡ്. അതുപോലെ തന്നെ ഫോക്സ്, കൊമേഴ്സ്, അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഇവൾക്ക് ഇഷ്ടം. അവളുടെ ബെഡ്റൂം തന്നെ ഒരു അൺഫിനിഷ്ഡ് സ്പേസ് ആണ്. ബിക്കോസ് അത് അവളുടെ ബ്രദറുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ. ദെൻ ഔട്ട്സൈഡ് വേൾഡ് ആക്ടിവിറ്റീസിലാണ് ഈ കുട്ടി കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവളുടെ ആ ഒരു ഫോക്സിനെ വെള്ളം കൊടുക്കുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഫോക്സിനെ നോക്കുക എന്നുള്ളതൊക്കെ ഇവളുടെ ആ ഒരു സമ്മർ ജോബ് ഇവർക്ക് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു ജോലിയാണ്. മെയിൽ ടൂൾസ്, മെയിൽ ഐഡന്റിറ്റി ഒക്കെ ആ സമയത്ത് അവൾക്ക് കിട്ടുവാണല്ലോ, ആക്സസിബിൾ ആവുകയാണല്ലോ. സോ അതുകൊണ്ട് ഈ കുട്ടിക്ക് അത് വളരെയധികം ഇഷ്ടമായി. മാത്രമല്ല അച്ഛന്റെ കൂടെ സൈഡ് ബൈ സൈഡ് നിന്ന് വർക്കും ചെയ്യുക. അമ്മയുടെ കൂടെ പോയത് ജോലി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അച്ഛൻ എന്താണ്, വളരെ സൈലന്റ് ആണ്. അമ്മയാണ് ഇവൾക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. പക്ഷെ അച്ഛനെ കുറിച്ചാണ് ഇവൾക്ക് വളരെ പ്രൗഡായിട്ടിരിക്കുന്നത്. ആൻഡ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത് എന്താണ്, അച്ഛനെ പോലെ പണിയെടുക്കാം, പിന്നെ ഫാമൊക്കെ നോക്കാം എന്നാണ്. പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കും എന്താണ്, നീ ഒരു പെൺകുട്ടിയാണ്, നിനക്ക് സ്ഥാനം എന്ന് പറയുന്ന അടുക്കളയിലാണ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്പേസിലാണെന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് ദേഷ്യം വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവള് സ്വന്തമായിട്ട് സ്റ്റോറീസ് ഒക്കെ പറയും. അതായത് ഒരു ഹീറോയെ പോലെ ഇവള് ഹോഴ്സ് ഒക്കെ റൈഡ് ചെയ്ത് ടൗൺ പീപ്പിളിനെ ഒക്കെ രക്ഷിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റോറീസ് ഇവള് തന്നെ പറയും. പിന്നെന്താണ്, പിന്നെ അമ്മയുടെ ആ ഒരു ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവൾക്ക് കൂടുതൽ വിഷമമാവുന്നുണ്ട്. പക്ഷെ നറേറ്റർ അമ്മയെ ഹെൽപ്പ് ചെയ്യാനൊന്നും അധികം പോകത്തില്ല. എന്നാലും അമ്മ എന്ത് ചെയ്യും, നറേറ്ററിനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാൻഡ് മദറിന്റെ വിസിറ്റിൽ നറേറ്റർ ഒരു പാഠം പഠിക്കുന്നുണ്ട്. അതായത് ഗേൾസ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ കൺട്രോളിൽ നിൽക്കണം. ഗേൾസ് ഡോർസ് സ്ലാം ചെയ്ത് അടയ്ക്കത്തില്ല. പിന്നെ ഗേൾസ് ഇരിക്കുമ്പോൾ നീസ് കൂട്ടി, അതായത് കാലുകൾ അടുപ്പിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ദാറ്റ്സ് നൺ ഓഫ് ഗേൾസ് ബിസിനസ്, അതായത് ആണുങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒന്നും ഗേൾസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ആ ഗ്രാൻഡ് മദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ലെസൺസ് ആണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ലെസൺസ് വെച്ച് ഇവൾ ഇൻഫ്ലുവൻസ്ഡ് ആയോ അല്ലയോ എന്ന്. പക്ഷേ ഇവള് സ്വമേധയെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ദാറ്റ് ഷീ ഈസ് എ ഗേൾ, അല്ലെങ്കിൽ വുമൺഹുഡിലോട്ട് ഞാൻ പോവുകയാണെന്നുള്ളത് ഇവള് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതായത് ആ ഹോഴ്സിന്റെ കേസ് വരുമ്പോഴാണ് ഇവള് ട്രാൻസ്ഫോർമേഷൻ ആവുന്നത്, ഇവൾക്കൊരു ചേഞ്ച് വരുന്നത്. കാരണം ഇവിടെ തുറന്നു വിട്ടിട്ടും അച്ഛൻ അടിക്കുകയോ വഴക്കു പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് ഇവളൊരു പിന്നെ അച്ഛൻ്റെ ആ ഒരു ഓർഡർ ഡിസബോയ് ചെയ്യുവാണ് ആദ്യമായിട്ട്.
കാരണം ആ ഫീമെയിൽ ഹോഴ്സിന് ഫ്രീഡം കൊടുക്കാൻ വേണ്ടി ഇവള് വളരെയധികം എന്താ ചെയ്തത്, ഇവള് വളരെയധികം എക്സൈറ്റഡ് ആവുകയാണ് ചെയ്തത്. അച്ഛനെ പ്ലീസ് ചെയ്തതിനേക്കാളും ഉപരി ഫീമെയിൽ ഹോഴ്സിനെ ആ ഒരു ഡിസയർ സ്ട്രോങ് ആയി, ഫീമെയിൽ ഹോഴ്സിനെ ഫ്രീ ആക്കുക എന്നുള്ളത്. പക്ഷെ അവൾക്ക് അറിയാം ഹോഴ്സ് റീക്യാപ്ചർ ആയി. പക്ഷെ ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, അവൾ ആ ഒരു കുറച്ച് മൊമെന്റ് നേരത്തേക്ക് അത് അവൾ എൻജോയ് ചെയ്തു. ആൻഡ് അപ്പോൾ അച്ഛൻ എന്താണ് പറഞ്ഞത്, ഓ ഷീസ് ഒൺലി എ ഗേൾ എന്ന് പറഞ്ഞു. അതായത് അത് വെറുതെ ഒരു സില്ലി മാറ്റർ ആണെന്ന് പറഞ്ഞ് കളയുകയാണ് ചെയ്തത്. ആൻഡ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജെൻഡറിനെ കുറിച്ച് എങ്ങനെ വരുന്നു, പിന്നെ ആനിമൽ സ്ലോട്ടർ ഇതിനകത്തൊരു സൈലന്റ് തീമാണ്. ഫോക്സസിനെ കൊല്ലുന്നു, അതിന്റെ സ്കിൻ എടുത്ത് വിൽക്കുന്നു, അതുപോലെ തന്നെ ഹോഴ്സിനെ കൊല്ലുന്നു. പിന്നെ ആനിമൽസിനും ഹ്യൂമൻ ബീങ്സുമായിട്ട് ലാൻഡ് ഷെയർ ചെയ്യാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട്, മാർക്കിനെ ഷൂട്ട് ചെയ്യുന്ന ആരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ ഫ്ലോറയെ എന്ത് ചെയ്തത്, ഫ്രീ ആക്കി വിട്ടത്. ആ ഒരു ആനിമൽ ബ്രൂട്ടാലിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് മാനിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹെൻറി ബെയ്ലി എന്ന് പറയുന്നത് ഫാമിലുള്ള നറേറ്ററിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെൽപ്പറാണ്. അദ്ദേഹം ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കമ്പനി. സ്ട്രിക്റ്റ് ഒന്നും അല്ല, അവരുടെ പേരൻസിനെ പോലെ. അതുപോലെ തന്നെ ഇയാളെ ടീസ് ചെയ്യാനും കളിയാക്കാനും ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിന് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ചുമയാണ് ഇദ്ദേഹത്തിന്. പിന്നെ നാരോ ഫേസ് ആണ്. അപ്പൊ ആ ചുമയ്ക്കുമ്പോൾ റെഡ് ആവും ഫേസ് എല്ലാം, ഐസ് എല്ലാം കണ്ണുനീര് വരും. അപ്പം ഒരുപാട് കവ ഇങ്ങനെ തുപ്പിക്കളയുന്ന കാണാം. അപ്പോൾ ചിൽഡ്രൻ പക്ഷേ ഈ തുപ്പിക്കളയുമ്പോൾ ഈ ഒരു സ്പിറ്റിംഗ് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. തുപ്പിക്കളയുന്നത് കുട്ടികൾക്ക് വളരെയധികം അതിശയമാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പെർഫോമൻസ് പോലെയാണ് തോന്നുന്നത്. അവരിത് കണ്ടിട്ട് എന്താണ് വിസിൽ ചെയ്യുകയും ഒക്കെ ചെയ്യും, ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഹെൻറി എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു ബെസ്റ്റ് മാൻ ആണ്. ഓക്കെ. തീം എന്ന് പറയുമ്പോൾ ഇവിടെ ജെൻഡറും ഫിയറും ആണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആനിമൽ സ്ലോട്ടറും തീമായിട്ടാണ് വരുന്നത്. സിംബോളിസം എന്ന് പറയുമ്പോൾ ഇവർ ബ്രൂട്ടാലിറ്റി അഗെയിൻസ്റ്റ് ആനിമൽസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിക്കകത്ത് വിസിബിൾ ആണ്. ഫോക്സസിനെ അതിന്റെ സ്കിന്നിന് വേണ്ടി കൊല്ലുവാണ്, ഹോഴ്സസിനെ ഫോക്സസിന് വേണ്ടി ഫീഡ് ചെയ്യാൻ വേണ്ടി കൊല്ലുകയാണ്. അപ്പൊ ഇവിടെ ആനിമൽ ലവേഴ്സിന് ഇത് കാണുമ്പോൾ എന്താണ് ഒരു ബ്ലഡി പ്ലോട്ട് ആയിട്ട് തോന്നും. ആൻഡ് അതായത് അവളുടെ അച്ഛന്റെ ബ്ലഡ് കവേർഡ് ഏപ്രനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്മെൽ ഓഫ് ബ്ലഡ് ആണ് എപ്പോഴും. അതുപോലെ തന്നെ ആനിമൽ ഫാറ്റിന്റെ സ്മെല്ല്, പിന്നെ ആനിമൽസിന്റെ ക്രൈ, ഇതെല്ലാമാണ് ആ ഒരു വീട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ഒക്കെ ഇതൊന്നും ഇഷ്ടമല്ല. അമ്മയും അമ്മാമ്മയും എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് വുമൺഹുഡിനെ സിംബലൈസ് ചെയ്യുവാണ്. അത് അവരുടെ റോള് അവരങ്ങ് അക്സെപ്റ്റ് ചെയ്യുവാണ്, ആ സപ്രസ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ അമ്മ എപ്പോഴും ബിസിയാണ്, അവരുടെ കാര്യത്തിന് പോലും ടൈമില്ല. പക്ഷെ അൺഅപ്രീഷിയേറ്റഡ് ആണ്. അവളുടെ ഏപ്രൺ, അമ്മയുടെ ഏപ്രൺ എന്ന് പറഞ്ഞ വെറ്റാണ് എപ്പോഴും. അതായത് അച്ഛന്റെ ഏപ്രൺ എന്ന് വെച്ചാൽ ഫുൾ ബ്ലഡ് കവേർഡ് ആണ്, അമ്മയുടെ ഏപ്രൺ എന്ന് വെച്ചാൽ ജോലി ചെയ്ത് വെറ്റാണ്. അതുപോലെ തന്നെ 2 ഹോഴ്സസ് ഉണ്ടല്ലോ, അത് ആനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ജെൻഡർ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.